അപ്പൊ ഇനി ഷറഫുദ്ദീൻ നായകനായിട്ടുള്ള മധുവിധു എന്ന സിനിമ കണ്ടു. അപ്പോ കുറെ നാളായിട്ട് നമ്മുടെ ചാനലിൽ പുതിയ സിനിമകളുടെ റിവ്യൂകളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പേഴ്സണൽ റീസൺസും അതുപോലെ തന്നെ തിരക്കുകൾ കൊണ്ടാണ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഇനി മുന്നോട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും എന്തായാലും. അപ്പൊ റിവ്യൂലോട്ട് വരാം. ആദ്യമായിട്ട് എന്റെ ഒപ്പീനിയൻ ഞാൻ പറയാം. എനിക്ക് സിനിമ വർക്കായില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ആവറേജ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഡയറക്ട് ചെയ്തിട്ടുള്ള ഈ സിനിമ വിഷ്ണു അരവിന്ദ് എന്ന ഡയറക്ടറാണ്. പുള്ളിക്കാരന്റെ ആദ്യ ചിത്രമാണ് ഇതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വേറെ ചിത്രങ്ങളൊന്നും ഞാൻ പുള്ളിക്കാരുടെ പേര് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഡയറക്ഷൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കുറെ എന്തൊക്കെയോ ശ്രമിച്ചിട്ടുണ്ട്. ചില കോമഡികളൊക്കെ ഇതിന് വർക്കായിട്ടുണ്ട്, കാരണം അതിനുള്ള ആക്ടേഴ്സ് ഇതിലുണ്ട്. അതുകൊണ്ട് ആ ആക്ട്രസിന്റെ പ്രത്യേകതകൾ കൊണ്ടും കൊടുത്ത സീനുകളിൽ മോശമില്ലാതെ ചെയ്തത് കൊണ്ടുമാണ് ചില സീനുകളൊക്കെ വർക്കായിട്ടുണ്ടെങ്കിൽ പോലും പൊതുവെ എക്സിക്യൂഷൻ മോശമായിട്ടാണ് ഫീൽ ചെയ്തത്. ഇനി സിനിമയുടെ എഴുത്തുകാരിലോട്ട് വരാം. ബിപിൻ മോഹനും അതുപോലെ തന്നെ ജയ് വിഷ്ണുവാണ് ഇത് എഴുതിയിട്ടുള്ളത്. ബിപിൻ മോഹൻ ഇതിനു മുമ്പ് ഷൈലോക്ക് ചിത്രം എഴുതിയിട്ടുണ്ട്. മമ്മൂട്ടി ഫാൻസ് ഷൈലോക്ക് വളരെ ഇഷ്ടപ്പെട്ടെങ്കിൽ പോലും എനിക്ക് തീരെ വർക്കാവാത്തൊരു സിനിമയാണ് ഷൈലോക്ക്. ഈ പടത്തിലും ആ റൈറ്റിങ്ങിന്റെ പോരായ്മ നല്ലോണം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ജയ് വിഷ്ണുവിന്റെ എഴുത്തുകൾ പൊതുവെ ഇത്ര മോശമാവില്ല. ഇപ്പൊ പെഡിറ്റേറ്റീവ് പുള്ളിക്കാരൻ എഴുതിയതാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിനിമയായിരുന്നു. അതുപോലെ തന്നെ ഷറഫുദ്ദീന്റെ പടങ്ങൾ തന്നെയാണ് പുള്ളിക്കാരൻ കൂടുതൽ എഴുതിയിട്ടുള്ളത്. ഈ മധുര മനോഹര മോഹം, ഇന്ത്യക്കാരും പ്രേമുണ്ടായിരുന്നു എന്നുള്ള സിനിമയൊക്കെ. ആ സിനിമയൊക്കെ കുഴപ്പമില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ സിനിമയുള്ളത്. ഇത് അതിനേക്കാളും കുറച്ച് അടിയിൽ പോയതൊരു തോന്നൽ വന്നു. ഇനി അടുത്തൊരു റീസൺ എന്ന് പറയാനുള്ളത് ഇതിന്റെ മ്യൂസിക്കാണ്. BGMs ഒക്കെ ചിലതൊക്കെ സീനായിട്ട് ചേരാത്ത പോലെ ഫീൽ ചെയ്തു. ചില മ്യൂസിക് ഒന്നും അങ്ങോട്ട് ആ സീനും മ്യൂസിക്കും വേറിട്ട് നിൽക്കുന്ന പോലത്തെ ഫീൽ വന്നു. അതായിരുന്നു മ്യൂസിക്കിൽ എനിക്ക് പറയാനുള്ളത്. അതെനിക്ക് എടുത്തു പറയണം തോന്നി. അപ്പൊ ഇനി ഇതിലെ കാസ്റ്റിലോട്ട് വരാം. കാസ്റ്റ് നല്ല കാസ്റ്റാണ് സത്യം പറഞ്ഞാല്. കാരണം ഇതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഷറഫുദ്ദീൻ, ജഗദീഷ് ഏട്ടൻ, സായികുമാർ ഏട്ടൻ, അസീസിക്ക, അതുപോലെ ബിന്ദു പണിക്കർ ചേച്ചി, പിന്നെ ബിന്ദു പണിക്കറിന്റെ മകളായിട്ടുള്ള കല്യാണി പണിക്കർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തിന്റെ ഫസ്റ്റ് പടമാണ് തോന്നുന്നു. ഇനി ഏതോ തമ്പാനിലോ ഏതോ സിനിമയിൽ ഇനി വരുന്നുണ്ട് പറയുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ പടം. പെർഫോമൻസ് ഒന്നും കുഴപ്പമില്ല. ഫസ്റ്റ് പടത്തിൻ്റെതായിട്ടുള്ള കുറവുകൾ ഉണ്ടായിരുന്നു. പല സീനുകളും ഭയങ്കര ഓവർ ഡ്രാമാറ്റിക്കായി ചെയ്ത പോലെ ഫീൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും കുഴപ്പമില്ല. ആണെങ്കിൽ ചിലപ്പോ ഒന്ന് അഭിനയിച്ച് വരുന്ന സമയത്ത് നന്നായി വരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ അസീസ് ഖാന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഇതില് പുള്ളിക്കാരുടെ കോമഡിയൊക്കെ കുറച്ച് നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ജഗദീഷ് ചേട്ടൻ തന്നെ കുറച്ച് സീരിയസ് ആൻഡ് കോമഡി റോളാണ്. അതും ജഗദീഷ് ചേട്ടനെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരൻ ഇപ്പോ എല്ലാ പടത്തിലും മിനിമം ക്വാളിറ്റിയിലാണ് അഭിനയിച്ചു പോകുന്നത്. ഈ പടത്തിലും ആ മിനിമം ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷറഫുദ്ദീൻ ആസ് യൂഷ്വൽ ഈ ഇപ്പൊ ഇറങ്ങുന്ന നായകനായിട്ട് ഇറങ്ങുന്ന പടത്തിലുള്ള സെയിം ആക്ടിംഗ് ആണ് ഇതിലുള്ളത്. പ്രത്യേകിച്ച് ഇപ്പൊ എടുത്തു പറയത്തക്ക രീതികളൊന്നുമില്ല. ഇപ്പൊ ഈയിടെ കണ്ടതിൽ ആ പടക്കളയായിരുന്നു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ആക്ടിംഗ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് കാസ്റ്റിൽ പറയാനുള്ളത്. ഇനി കഥയിലോട്ട് വരാനാണെങ്കിൽ ഈ അസീസിക്കയും അതുപോലെ തന്നെ ജഗദീഷ് ചേട്ടന്റെ ഏട്ടാനിയന്മാരാണ് രാജ്കുമാറും അതുപോലെ അംബരീഷും. കന്നഡ ആക്ടേഴ്സിന്റെ പേരാണ് അതിലുള്ളത്. കാരണം അവരുടെ അച്ഛൻ ഒരു കന്നഡ സിനിമ ആരാധകനായിരുന്നു. അപ്പൊ ഈ ജഗദീഷന്റെ മക്കളാണ് വിമൽ രാജും ഈ പറഞ്ഞ എന്താ പറയാ അമൃതരാജും. അമൃതരാജാണ് നമ്മുടെ ഷറഫുദ്ദീൻ. ഇതില് ഈ അമൃതരാജായിട്ടുള്ള ഷറഫുദ്ദീന്റെ കാമുകിയാണ് ഇതില് നമ്മുടെ കല്യാണി പണിക്കര്. പുള്ളിക്കാരത്തിന്റെ പേര് ഇതിൽ സ്നേഹ. പുള്ളിക്കാരത്തിന്റെ അച്ഛനായിട്ടാണ് സായികുമാർ ഉള്ളത്. പിന്നീട് പറയാനുള്ളത് ഇവര് തമ്മിലുള്ള പ്രണയം. ഈ അമൃതരാജിന്റെ വീട്ടില് ഈ പണ്ടെന്തോ ഒരു സർപ്പക്കാവ് വെട്ടിത്തെളിച്ച് വീട് തറവാട് വെച്ചതുകൊണ്ട് അവിടെ സർപ്പകോപം എന്തോ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ പെണ്ണുങ്ങൾ വാഴില്ല എന്നുള്ള ഈ മറ്റേ കല്യാണരാമ ഉണ്ടല്ലോ, അതുപോലത്തെ സെയിം കൺസെപ്റ്റ് പെണ്ണ് വാഴില്ല എന്നുള്ള സംഭവം അവിടെ പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് അവിടെ ആർക്കും ഭാര്യമാരില്ല. ഇപ്പൊ ജഗദീഷിന്റെ ഭാര്യ പോലും മരിച്ചിട്ടുണ്ട് ഇതില്. അപ്പൊ അങ്ങനെയാണ് ആ വീട് ഇരിക്കുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് ഇവരെ കല്യാണം മീൻസ് ഈ അമൃതരാജിന്റെ കല്യാണം അങ്ങനെ മുടങ്ങിപ്പോയിക്കൊണ്ടേ നിൽക്കുകയാണ്. ഇതാണ് കഥ തുടങ്ങുന്നത്. അങ്ങനെ ഒരു പ്രണയത്തിലാവണതും പിന്നെ കല്യാണം നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. എനിക്ക് പിന്നെ അതിൽ വരുന്ന കുറെ കേയോസ് കാര്യങ്ങള്, അതിന്റെ ഇടയിൽ ട്വിസ്റ്റ് ഉണ്ട്, ഒരു ഇന്റർവെൽ പഞ്ചിൽ ട്വിസ്റ്റ് ഉണ്ട്, അതിന് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പോകുന്നത്. ഇതാണ് സിനിമയുടെ രത്നച്ചുരുക്കം എന്ന് പറയാനുള്ളത്. ഈ ഒരു കല്യാണം ബന്ധപ്പെട്ട ഈ ഷറഫുദ്ദീനും അതുപോലെ തന്നെ കല്യാണി പണിക്കരും കല്യാണിക്കും ഉണ്ടാവുന്ന അവരുടെ കല്യാണത്തിനുണ്ടാകുന്ന പ്രഷറും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് കഥ ഇപ്പൊ ഇതൊക്കെ മതി കോമഡി സിനിമ എടുക്കാനാണെങ്കിലും ഫീൽ ഗുഡ് എടുക്കാനാണെങ്കിലും, പക്ഷെ എക്സിക്യൂഷൻ മോശമായിരുന്നു. ഈ പറഞ്ഞ ഇമോഷൻസ് എത്തിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ഇമോഷൻസിനൊക്കെ ഉണ്ട്, പക്ഷെ അത് അത്ര വർക്കായി എനിക്ക് തോന്നിയില്ല. അപ്പൊ ഇതാണ് എന്റെ ഒപ്പീനിയൻ. വേണ്ടൊരു കണ്ടു നോക്കാം, കാണണം ഞാൻ പറയില്ല. പക്ഷെ എനിക്ക് ഇത് തിയേറ്ററിൽ പോയി കാണാൻ മാത്രമുള്ള സിനിമയായിട്ട് തോന്നിയില്ല. അതാണെങ്കിൽ OTT കണ്ടാൽ മാത്രം മതിയാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇതാണ് എന്റെ ഒപ്പീനിയൻ. അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.